എറണാകുളം ചേന്നമംഗലത്ത് കൊല്ലപ്പെട്ട 3 പേരുടെയും സംസ്കാരം പൂർത്തിയായി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകുന്നേരത്തോടെയായിരുന്നു സംസ്കാരം. പ്രതിയായ ഋതു ജയനു വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നാളെ സമർപ്പിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകുന്നേരത്തോടെയാണ് കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരുടെ മൃതദേഹം ചേന്നമംഗലത്തെ ബന്ധുവീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. ആക്രമണത്തിൽ പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സഹോദരിയെ കളിയാക്കിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ജിതിനെ ലക്ഷ്യമിട്ടാണ് വന്നത്, പക്ഷേ ആക്രമണം തടയാൻ ശ്രമിച്ചവരെയെല്ലാം വെട്ടുകയായിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. പ്രതി ലഹരിക്ക് അടിമയാണെന്നും മാനസിക പ്രശ്നങ്ങളുള്ളയാളാണെന്നും പ്രചരിച്ചിരുന്നു. എന്നാൽ പ്രതിയായ ഋതു ആക്രമണ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്നും ഇയാൾക്ക് മാനസിക വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലെന്നും മുനമ്പം ഡിവൈഎസ്പി PS ജയകൃഷ്ണൻ പറഞ്ഞു. മാനസിക പ്രശ്നത്തിന് ചികിത്സ തേടിയിരുന്നു എന്നതും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. ഇന്നലെ അയാൾ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ. വേറെ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ എക്സാമിനേഷനിൽ ഡ്രഗിൻ്റെ സബ്സ്റ്റൻസ് ഒന്നുമില്ല. ഈ മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് പറയുന്നതിൽ അങ്ങനൊന്നും ഇതുവരെ നമ്മുടെ അറിവിലില്ല. ഇല്ലല്ലോ, നോർമലാണ്. ഇതുവരെ അറിവിലില്ല അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട്. അങ്ങനെ എവിടെയെങ്കിലും ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് നടത്തിയതായിട്ടൊന്നും നമുക്കറിയില്ല. അതിനെ സംബന്ധിച്ച് പല പരാതി പരാതിയിൽ നടപടി എടുത്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. അയാളുടെ പേരിൽ HS ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അയാളുടെ ലാസ്റ്റ് December 23 വരെ അയാളെ ചെക്ക് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ളയാളാണ് പ്രതിയായ ഋതു ജയൻ. സ്ഥിരം ക്രിമിനലും നിരവധി കേസുകളിൽ പ്രതിയുമാണ് ഇയാൾ. വർഷങ്ങളായി പോലീസ് നിരീക്ഷണത്തിലാണ് ഇയാളെന്നും പോലീസ് വ്യക്തമാക്കി. മുനമ്പം ഡിവൈഎസ്പി S ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനിടെ പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്ന വഴിയായിരുന്നു കയ്യേറ്റം. കൊലപാതകം നടന്ന വീട്ടിൽ പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായി. പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ നാളെ സമർപ്പിക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.